ഒന്നെങ്കിലും ഒരു നിലപാടി ഉറച്ചു നിൽക്കണം, അല്ലെ അതിന്റെ ഗെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ, തീർന്നു. പണിയുടെ അടുത്ത് ബിൻസി കാണിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഹഗ് ചെയ്തത്, മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത്, പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു. ഷാനവാസിക്ക ചിലപ്പം ഒരു പേഴ്സണൽ വൈരാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ അനു ആണെങ്കിലും ആ ഒരു സെയിം ഇങ്ങനെയും നിന്നെ തളർത്തി ഞാൻ ജയിക്കാൻ നോക്കാം, അതിനു വേണ്ടിട്ട് നിനക്ക് എഗെയിൻസ്റ്റ് എത്ര നെഗറ്റീവ് പറയോ ട്രോള് പറയോ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. 1-2 തവണ മാത്രമേ ഞാനും പുള്ളിയും മാത്രമായിട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരത്തിൽ ഫുള്ള് രേഷ്മിച്ചിയുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഷാനവാസ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി 4 പാടെ എല്ലാരും കൂടെ അത് കുത്തിപ്പൊക്കി വന്ന് വിഷയമാക്കിയാണ്. അങ്ങനെ ഒരു സാധനം വീടിനുള്ളിൽ ഇല്ല. രേഷ്മിനെ വിളിച്ചു, ബിൻസി ഞാൻ 24 hours ലൈവ് കാണുന്ന ആളാണ്. ഷാനവാസ് ചെന്നപ്പോ തന്നെ ആദ്യമേ ജിസേലിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ജിസേലിന്റെ ഡ്രസ്സിംഗ് രീതി മലയാളി പ്രേക്ഷകർ കണ്ട എങ്ങനെ എടുക്കും വസ്ത്രധാരണം. അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്താ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സാധനം വന്നിട്ടാണ് പുള്ളിയെ എല്ലാവരും ഒന്ന് നോമിനേറ്റ് ചെയ്തത്. അൺഫെയർ എവിക്ഷൻ ആണ്, ബിൻസി ആയിരുന്നില്ല പോവേണ്ടിയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും കട്ടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് വോട്ട് കുറഞ്ഞു പോയി, എനിക്കറിയത്തില്ല പ്രേക്ഷകരെ നിങ്ങൾ എന്താ വോട്ട് ചെയ്യാൻ. ഓരോരുത്തർ ഓരോ രീതിയിലാണ് അവിടെ കളിക്കുന്നത്. നമ്മളെ ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി കൂടെ തളർത്തിയാണ് ഓൾറെഡി എല്ലാരും അവിടെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. വൈൽഡ് കാർഡ് എൻട്രിയിൽ ബിൻസിക്ക് വീണ്ടും വാങ്ങിയ ഡ്രസ്സുകളോ സാധനങ്ങളോ ഒന്നും വേസ്റ്റ് ആയി പോവാതെ വീണ്ടും ആ ഒരു ഹൗസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബിഗ് ബോസ് കഫേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ RJ ബിൻസി. സങ്കടമാണോ സന്തോഷമാണോ, ഞാൻ എങ്ങനെ വെൽക്കം ചെയ്യണം? ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ വെൽക്കം ചെയ്യാം ബിൻസി? സങ്കടമുണ്ട്, പക്ഷേ സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റും ഉണ്ട്. എന്താ പറയാ, എന്തിനാ എക്സൈറ്റ്മെന്റ്? തിരിച്ചു വന്ന ഒരാൾക്ക് എന്തിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്? എന്താ പറയുന്നത്, ഇപ്പം തിരിച്ചു വന്നിട്ടുള്ള ലൈഫ് ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. പോകുന്നതിന് മുൻപ് നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ പോയി അവിടെ വേറൊരു ലൈഫാണ്. അപ്പൊ അത് കണ്ടതിന്റെ സന്തോഷം. പക്ഷെ അവിടുന്ന് ഞാൻ ലാസ്റ്റ് ലാലേട്ടനോട് പറഞ്ഞ പോലെ സങ്കടത്തോടു കൂടി ഇറങ്ങി പോകുന്നത്. പക്ഷെ ഓവർകം ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ലാലേട്ടനോട് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾ ഒന്നാമത് വിതുമ്പി നിൽക്കാണ്, ഇമോഷണലി ഇങ്ങനെ നിൽക്കല്ലേ. അതിന്റെ കൂടെ തിരിച്ചെന്നെ വിടാതിരിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ലാലേട്ട എന്നാ ഫുൾ ഓൺ ഇമോഷനിൽ ചോദിച്ചപ്പോ പെട്ടെന്ന് എനിക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് തോന്നിയത് ലാലേട്ടന്റെ ചിത്രം എന്നുള്ള മൂവിയിൽ ലാലേട്ടൻ ഇതേപോലെ നമ്മുടെ സൗജന്യ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാറേ? ആ ഡയലോഗാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നിയത്. ആ ഒരു സമയം എവിക്റ്റഡ് ആണെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ആ സമയത്ത് എവിക്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവരോടൊക്കെ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടി എടുക്കാൻ പോവാണ്. അപ്പം അത് കഴിയുമ്പോഴും ഞാൻ അങ്ങോട്ട് എല്ലാവരെയും ഹഗ് ചെയ്യുന്നു, എല്ലായിടത്തും ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നു. ഇറങ്ങുമ്പോഴും എനിക്ക് അത്ര വിഷമം ഉണ്ടായിരുന്നില്ല, കാരണം ഇത് എനിക്കിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സ്റ്റേജിൽ വന്നിട്ട് എന്റെ ഒരു വീഡിയോ കാണുകയാണ്. സ്റ്റേജിൽ വന്നിട്ട് ഞാൻ 2 ആഴ്ച അവിടെ നിന്നതിന്റെ വീഡിയോസ് അതിലാലേട്ടൻ കാണിക്കുന്നുണ്ടല്ലോ. അതിൽ ഞാൻ വീണുപോയി കേട്ടോ. കാരണം അപ്പോഴാണ് നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഔട്ട് വരുന്നത്, എന്താണ് നിങ്ങൾ കാണുന്നത് ഒന്നും അറിയത്തില്ല. നമ്മളവിടെ ജീവിക്കുവാണല്ലോ. അപ്പൊ നോക്കുമ്പോ എന്റെ അവിടുത്തെ കുറെ വിഷ്വൽസ്, അയ്യോ അത് കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. പിന്നെ അങ്ങോട്ട് ഫുൾ കരച്ചില്ല, എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് വന്നുപോയി. വിഷമം കാരണം അങ്ങനെ പറഞ്ഞു പോയതാ. ശരിക്കും കുറെ ഇപ്പൊ ട്രോളും അതിന്റെ കുറെ വീഡിയോസും അത് കണ്ടിട്ട് കുറെ പേര് എനിക്ക് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും വിഷമമായി, എനിക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങളെ ഈ ഓരോ എലിമിനേഷൻ ടൈമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മെന്റലി കുറെയൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നിൽക്കണം അല്ലേ? കാരണം ഒരുപക്ഷെ എൻ്റെ പേരായിരിക്കാം വരുന്നത്. അത് പറയുമ്പോൾ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാവരുടെയും ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് തന്നെ ആയിരിക്കണം അല്ലേ? അതെ, ഞങ്ങള് എല്ലാ എവിക്ഷന് മുമ്പും ഫ്രൈഡേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്, ആരായിരിക്കും പോകുന്നത്, എന്തായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പറയും ഈ ആഴ്ച ആര് പോകും. അപ്പൊ നമുക്ക് ഒരാളുടെ പേര് നമ്മളെല്ലാരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോഴും ഞാൻ എന്റെ കാര്യം പറയുന്നില്ല. നമുക്ക് വീക്കെൻഡിൽ ഉള്ള ഡ്രസ്സ് നമുക്ക് ഇപ്രാവശ്യം 7ന്റെ പണിയായത് കാരണം എല്ലാ ദിവസവും നമുക്ക് ഡ്രസ്സ് ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഒന്നും ഇടാൻ പറ്റില്ല. ആകെ കൂടി ഇടാൻ പറ്റിയത് വീക്കെൻഡിൽ മാത്രമാണ്. അപ്പൊ ആ ഡ്രസ്സ് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ അയ്യോ ഞാൻ മറ്റേ മനസ്സിൽ വിചാരിച്ച ലെഹങ്ക തന്നെ. അപ്പൊ ഞാൻ കൊള്ളാലോ, നമുക്കൊന്നും അറിയില്ല അവരെന്താ തരുന്നതെന്ന്. അപ്പൊ ഞാൻ തമാശക്ക് എല്ലാവരോടും പറഞ്ഞു, എടാ എല്ലാ മാച്ചിങ് സാധനങ്ങൾ, ഓർണമെന്റ്സ് എല്ലാം മാച്ചിങ്. അപ്പൊ ദൈവമേ ഇനി തിരിച്ചെങ്ങനെ വിളിക്കാനാണോ? അപ്പൊ എല്ലാവരും പറഞ്ഞു ആയിരിക്കില്ല, ബിൻസി മോള് പോത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റേ. അപ്പോഴും ഞാൻ 1% പോലും വിചാരിച്ചില്ല ഞാനാണ് എവിക്റ്റ് ആകുന്നതെന്നുള്ളത്. അവിടെ നിൽക്കുമ്പം വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എല്ലാം എന്താ മനസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്ന് വിചാരിച്ച് തന്നെ നിൽക്കണം. ഷോ അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റിൽ തിരിച്ചിപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലേക്ക് പല ഇത് വന്നപ്പം ശരിക്കും അങ്ങ് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞില്ല ആ ഒരു മൊമെന്റ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ചാൻസ് തന്നു എല്ലാവരുടെ അടുത്തും വീട്ടിലേക്ക് പോയിട്ട് ഒരു ബൈ പറയാൻ. ആ ഒരു ഇമോഷണൽ ആ ഒരു മൊമെന്റ് അത് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്തു. കാരണം ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം തന്നെ അതിനുശേഷം ബിൻസി ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ബിൻസിനെ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ ഫുൾ എല്ലാവരും ഒന്നടങ്കം പറയണത് ഒരു അൺഫെയർ എവിക്ഷൻ ആണ്, ബിൻസി ആയിരുന്നില്ല പോവേണ്ടിയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കട്ടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് ബിൻസി അറിയുന്നില്ല. പക്ഷെ എന്നാൽ അവിടെ ബിൻസി എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്തു, ബൈ പറഞ്ഞു, പോണു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും റിപ്പീറ്റഡ്ലായിട്ട് ഇതിനകത്ത് കുറെ അതിനുശേഷം ബിഗ് ബോസിനകത്ത് ഉൾപ്പെടെ ഷാനവാസ് ഉൾപ്പെടെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മോർ ദാൻ കൂടുതൽ തവണ ശരത്തിന്റെ അടുത്ത് അപ്പാനിയുടെ അടുത്ത് ബിൻസി കാണിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഹഗ് ചെയ്തത്, മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത്. പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു. സീക്രട്ട് ഒന്നുമല്ല, അവിടെ ഒരു സീക്രട്ടും നടക്കത്തില്ല. ഞാൻ പറഞ്ഞെന്നറിയാം, കപ്പടിച്ചിട്ട് വരണം അതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് ചെവിയിലേ, അത് അപ്പാനിയുടെ ചെവിയിൽ മാത്രമല്ല പറയണേ, അപ്പൊ ചെവി പോയിട്ട് പറയണു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് പിന്നെ ഇത് ഇങ്ങനെയല്ലേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത്. എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ്. അപ്പൊ ഷാനവാസ് പിന്നെ ബിൻസി പോകുന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ എന്തോ ആണ്, എന്തൊക്കെയോ ആണ്, ഭയങ്കര ഇതാണ്, അത് ശരിയായില്ല, എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ബിൻസി ഇങ്ങനെ ചെയ്തു. കാണുമല്ലോ എപ്പിസോഡൊക്കെ, പോയ എപ്പിസോഡുകളിൽ കണ്ടു. അപ്പൊ അതിൽ മൊത്തം ഈ ബിൻസി കണ്ടന്റ് ഇതായിരുന്നു അവര് അടുത്ത ദിവസം മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. എന്താ ബിൻസിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഷാനവാസ് കണ്ടന്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ ഉള്ള സമയത്തായിരുന്നു പറഞ്ഞതെങ്കിൽ എനിക്ക് മറുപടി കൊടുക്കായിരുന്നു. ഉള്ള സമയത്ത് പറയത്തക്ക വിധത്തിൽ ആ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോ ഷാനവാസും അനുമോൾ എന്തോ ഇടക്ക് പറഞ്ഞു ഇതുപോലെ. അപ്പം അവർക്ക് കണ്ടന്റ് ദാരിദ്ര്യം വന്ന കാരണം എന്തെങ്കിലും വേണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞായിരിക്കും. പിന്നെ അപ്പാനിയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പാണ് അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോകുന്നത്. അവരുടെ അങ്ങനെ കമ്പനി ആയിട്ടുള്ള അവരുടെ കൂടെ പോയി ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ ആ വീട്ടില് എല്ലാവരുടെ അടുത്തും മിണ്ടും, എല്ലായിടത്തും സംസാരിക്കും. എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി അവിടെ അങ്ങനെ ആരും ഇല്ല. അതുപോലെ തന്നെ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആർക്കും അങ്ങനെ എന്നോട് ദേഷ്യമല്ല, എനിക്ക് അങ്ങനെ ദേഷ്യം വെക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് എല്ലായിടത്തും നിൽക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു 2-3 ദിവസം അക്ബർ ചേട്ടന്റെ അടുത്തും അപ്പാനി ചേട്ടനൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ, സരിക ചേച്ചി, ബിന്നി, ഞങ്ങൾ എല്ലാവരും കൂടി കൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഫണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പിന്നെ അപ്പാനിനെ ക്ലോസ് ആക്കാൻ അവരെന്റെ അടുത്ത് ഇങ്ങനെ തമാശക്ക്, ഓ അപ്പാനി മാത്രം ബിൻസി കൊച്ചേ എന്നൊക്കെ വിളിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ തിരിച്ച് ചാച്ചനെ പോലാണെന്നാ പറഞ്ഞത്. കാരണം അപ്പാനി അകത്തുള്ള അപ്പാനി എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ള എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ഞാനും ഒരു സാധാരണക്കാരിയാണ്, എന്റെ അപ്പനും ഒരു സാധാരണക്കാരായ മനുഷ്യനാണ്. അപ്പാനോട് സംസാരിക്കുമ്പോൾ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ചാച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പനെ വിളിക്കും, ആങ്ങളേനെ വിളിക്കും. അപ്പൊ ആ ഒരു വൈബാണ് പുള്ളിയെടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇത് കാരണം പിന്നെ പുള്ളി എഫോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളി തന്നെ പോയി വിളിച്ചു വീണ്ടും. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള അനുവിന്റെ വിഷയം, അനു ഒരു കാര്യമില്ലാണ് അത്രയും പറഞ്ഞത് പുള്ളിനെ, എന്റെ പേരിൽ എന്തൊക്കെയോ. അപ്പൊ എന്താ ഇയാൾ ശരത്തേട്ടൻ കാരണം ഒരാൾ പുറത്തു പോയി, വീടിന് പുറത്ത് ഒരു പെൺകുട്ടി പോയി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇവർ തമ്മിൽ കൂട്ടാവുന്നതും മിണ്ടുന്നതൊക്കെയാ. അപ്പൊ അപ്പാനി അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും. അപ്പം ഒരുപാട് ഇപ്പം ടാസ്കിലൊക്കെ ആണെങ്കിലും പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ആയത് കാരണം പുള്ളി ജയിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ തോന്നി, അത് പുള്ളി എടുത്ത് പറഞ്ഞിട്ട് അങ്ങ് പോന്നു. പക്ഷേ അത് കാണുമ്പം എനിക്കത് അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമ്മളൊക്കെ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് നമ്മൾ ബൈ പറയുന്ന സമയത്ത് നമ്മൾ ഹഗ് ചെയ്യാറുണ്ട്, നമ്മൾ ബൈ പറയാറുണ്ട്. സോ എനിക്ക് പേഴ്സണലി എനിക്ക് അതിന് ഒരു ഇതായിട്ടും തോന്നിയിട്ടില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ അത് ശരിയായില്ല, എന്തുകൊണ്ടാണ്, കാരണം മൾട്ടിപ്പിൾ ആയിട്ട് ഒരാളെ, പിന്നെ മാത്രമല്ല അപ്പാനിയുടെ വൈഫ് രേഷ്മ പ്രഗ്നന്റ് ആണ്. അപ്പം അതുവരെ അവർ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ട് ഇമോഷണൽ സാധനം അവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കണ്ടോ, എന്നിട്ടും ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഫാമിലി വരാൻ അവരെ കാണാനായിട്ട് ചാൻസ് കൊടുക്കുന്നു, അപ്പോഴും ആ പോയിന്റിന് വേണ്ടിയിട്ട് ഫാമിലിനെ ഇത് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ ആര്യനൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇമോഷണലി ഒക്കെ നമ്മളെ എത്രത്തോളം തളർത്താൻ പറ്റും
തോന്നുന്നു നിങ്ങൾ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെയാണോ ശരിക്കും ഈ ഒരു ഗെയിം? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവര് കണ്ടന്റ് എന്നുള്ളതിലുപരി ഇതൊരു മൈൻഡ് ഗെയിം ആണല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തളർത്തിക്കൊണ്ട് നമുക്ക് ജയിക്കാവുന്ന ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. എക്സ്ട്രീം ലെവലിൽ നമുക്ക് തളർത്താം, അതിനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കറിയില്ല, ഓരോരുത്തരുടെ മനസ്സിലും ഓരോ കാര്യങ്ങളാണ്. ഇപ്പം ഷാനവാസ് ഞാൻ ഫസ്റ്റ് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിൽ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ഒരു സാധനമാണ് നമുക്ക് തന്നെ. അപ്പം ഓക്കെ, എന്നാലും നമുക്കറിയാം ഗെയിമാണ്. കാരണം പുള്ളി തന്നെ നമ്മുടെ അടുത്ത് വന്ന് സെക്കൻഡ് ഡേ പറഞ്ഞു എന്താ ഞാനൊരു ആക്ടറാണ്, അപ്പം ഞാൻ അഭിനയിച്ചെന്നെ നിൽക്കാൻ വേണ്ടിയാണ്, അപ്പൊ എന്നെ ഒരുപാട് പേര് സ്വീകരിച്ചിട്ടുണ്ട്, ആക്ടറായിട്ട് ശരിയാണ് അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കും എന്ന് പറയുമ്പോൾ അതിലെ നൂറൊക്കെ പറയുന്നുണ്ട് ആ ചേട്ടാ ശരി. അത് കഴിയുമ്പോൾ ഞങ്ങൾ മാറിയെന്ന് പറയുന്നുണ്ട്, അഭിനയിച്ച് നിൽക്കുന്ന പറയുന്നത് എന്താകും എന്ന് അറിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ പുകഞ്ഞകൊള്ളി പുറത്തിന് പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാന്നൊക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ട് അക്ബറിക്കാൻ ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും വന്ന് പറയുന്നുണ്ട് എടാ പുള്ളിനെ വിശ്വസിക്കരുത്, കാരണം പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അവരെ വിശ്വാസമൊന്നുമില്ല, ഞാൻ കിടന്നുറങ്ങും, ആ ഒരു സാധനം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ ഷാനവാസി അവരിവരും പറയുന്ന കേൾക്കാണ്ട് ഞാൻ ഷാനവാസിക്കടുത്ത് നേരെ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞോ, ഞങ്ങളുടെ ഞങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പറഞ്ഞു അവരെന്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല. കറക്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ, എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സത്യമാണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു, അതിന്റെ ഗെയിമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ കാര്യം തന്നെ മാറ്റി പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് വഴക്കുണ്ടാക്കുന്നത് പുള്ളിയെടുത്താ. കാരണം പറഞ്ഞ ഒന്നെങ്കിലും ഒരു നിലപാടി ഉറച്ചു നിൽക്കണം, അല്ലെ അതിന്റെ ഗെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ, തീർന്നു. പക്ഷെ പുള്ളി തന്നെ ഞങ്ങളുടെ അടുത്ത് മാറ്റി പറഞ്ഞു. അതുപോലെ ഗെയിം കളിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട്, പിന്നെ പുറത്ത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് അകത്ത് വന്ന് വേറൊരു സാധനം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോരുത്തരുടെ മനസ്സിലാണ് അവരുടെ ഗെയിം ഇരിക്കുന്നത്. അത് എത്രത്തോളം രൂക്ഷമാകാവോ അല്ലെ എത്രത്തോളം സോഫ്റ്റ് ആകാവോ. ഞാനൊക്കെ ആരെയും ഉപദ്രവിക്കണ്ട, മറ്റുള്ളവർക്ക് ഒരു ദോഷം വരണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കാന്ന് വിചാരിച്ച് ഗെയിം കളിക്കാൻ പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പൊ തന്നെ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ബിൻസി ആദ്യമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് ഷാനവാസ് ആയിട്ടാണ്. പക്ഷെ നിങ്ങളൊക്കെ ഒരേ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടും ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ബിൻസിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കണ്ടന്റ് അത് എഗെയിൻ ആ ഒരു മൊമെന്റ് കണ്ടന്റ് ആക്കിയതും ഷാനവാസ് തന്നെയാണ് അല്ലേ? അവിടെ അതൊരു ഇഷ്യൂ ആക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും അത് ബിൻസിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ? ഞാനുണ്ടല്ലോ എന്താ പറയാ അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, അവരിങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഞാൻ ഈ ഷാനവാസ് പറഞ്ഞൊരു കാര്യത്തിൽ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ശരത്തേട്ടൻ രേഷ്മ ചേച്ചിയുടെ കാര്യമാണ്. അപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞു എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അവളാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും, അവരാണ് അത്രയും മോട്ടിവേഷൻ തന്നു വിട്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നുന്നു 1-2 തവണ മാത്രമേ ഞാനും പുള്ളിയും മാത്രമായിട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരത്തിൽ പുള്ളി രേഷ്മച്ചിയുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു മോശമായിട്ട് ഇപ്പൊ ഷാനവാസ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി 4 പാടെ എല്ലാരും കൂടെ അത് കുത്തിപ്പൊക്കി വന്ന് വിഷയമാക്കിയാണ്. അങ്ങനെ ഒരു സാധനം ആ വീടിനുള്ളിൽ ഇല്ല, അത് 100% നമുക്ക് ഉറപ്പാണ്. അപ്പം പിന്നെ തമാശയ്ക്ക് പോലും ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കളിയാക്കല്ലേ, കാരണം എനിക്കതൊരു പ്രശ്നമല്ല. കാരണം നമ്മള് ഒരുപാട് അവിടെയുള്ള ഇപ്പൊ നെവിൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബിൻസി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാറുണ്ട് എന്റെ അടുത്ത് വന്ന്. ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് ലാലേട്ടനെ കാണാൻ പോണ എപ്പിസോഡിൽ നെവിൻ വന്നിട്ട് കുറച്ച് ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് വന്ന് കിസ്സൊക്കെ ചെയ്തിട്ട് പോകുന്നു. നമ്മൾ അത്രയും ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. ഇന്നത്തെ കാലമല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരുന്നാലും മിണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വരാൻ പോവാ. അപ്പം അത്രയും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഷാനവാസിക്ക ചിലപ്പം ഒരു പേഴ്സണൽ വൈരാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ അനു ആണെങ്കിലും ആ ഒരു സെയിം എന്താ പറയാ ഒരു കാര്യമില്ലെന്ന് അറിയാം. അനു ലാസ്റ്റ് ശരത്തപ്പാനി ചെന്ന് മിണ്ടുമ്പോ പറയുന്നുണ്ട് ചേട്ടാ ഇല്ല അത് അങ്ങനെ മറന്നേക്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ശൈത്യ ആദിലാനൂറൊക്കെ ചെന്ന് ചോദിക്കുന്നത് എന്തിനാണ് ബിൻസിനെ പോയ ആളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കള്ളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അവരുടെ കണ്ടന്റിന് വേണ്ടി തന്നെ ആയിരിക്കും. പിന്നെ അവർക്കും ആ വീടിനുള്ളിലുള്ള ആരും ഇതുവരെ ബിൻസി പോകും എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും മറ്റൊരാൾ പോകും എന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ വീടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ മൈൻഡിൽ വെക്കും പുറത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്, പുറത്ത് ഈ ഔട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ ചുമ്മാ അവിടെ നിന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ഷാനവാസിനെ പോലെ ഒരാളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പുറത്ത് എന്തായാലും ഇങ്ങനെ സംസാരം ഉണ്ടായി കാണും, ബിൻസി പോയത് ശരിയായില്ല എന്ന് വിചാരിച്ചിട്ടാകാം മേ ബി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക.
പക്ഷെ അതൊരു വലിയൊരു ഷോക്കിംഗ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടുമില്ല ബിൻസിക്ക്. കാരണം അറിയാം ഇങ്ങനെയാണല്ലോ ഇതിന്റെ ഗെയിം പാറ്റേൺ, ഇങ്ങനെയാണ്. അതെ, ഇങ്ങനെയാണ്. So they will say anything, അല്ലേ, കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. നമുക്കറിയാം. കാരണം ശരത്തേട്ടൻ എന്താണെന്നുള്ളത് അല്ലെ പുള്ളിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അവിടെ വെച്ച് തന്നെ ഇന്ന് വരെ അവിടെ ആരും ഒരു സംശയത്തിന്റെ കണ്ണി എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. സരിക ചേച്ചിയൊക്കെ എപ്പോഴും പറയും, ഓ ഞങ്ങളെയൊക്കെ സരികേച്ചി എന്ന് വിളിക്കും, ഒരു ബിൻസിനെ മാത്രം ബിൻസിക്കോ ചെയ്യുന്ന വിളിക്കും. അപ്പൊ പറയാം എന്റെ അപ്പൻ എന്നെ അങ്ങനെയാ വിളിക്കുന്നത്, ഞാൻ എന്റെ അനിയത്തിനോ മരിയക്കൊച്ചെന്നാ വിളിക്കുന്നത്, അത്രേ ഉള്ളൂ അവിടെ. അതാണ്. അപ്പം അതിനകത്ത് എനിക്ക് എന്താ പറയാ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. രേഷ്മേനെ വിളിച്ചു, ബിൻസി ഞാൻ 24 hours ലൈവ് കാണുന്ന ആളാ, ഇന്ന് വരെ എനിക്കൊരു മോശം തോന്നിയിട്ടില്ല അതിനകത്ത്, എനിക്കറിയാം എന്റെ ഹസ്ബൻഡിനെ. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ ഉള്ളൂ. കൂളായി. അതെ, അപ്പൊ ചിരി വരുന്നില്ലേ, കണ്ടോ? ഇപ്പം ബിൻസി ഇത് പറഞ്ഞു വളരെ, ബിൻസി വളരെ കൂളായിട്ട് ചിരിച്ചു വിടുകയല്ലേ. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു പോയവരുടെ ആ മെസ്സേജസും ആ ഒരു ഇതും കണ്ടപ്പോ ബിൻസി നമുക്ക് ആ റിയൽ ഫാക്ട് അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഓരോന്നും എന്തൊക്കെയാ എഴുതി വെക്കണത്, ഇവരെന്തൊക്കെയാ സത്യം എവിടെ നിൽക്കുന്നു, ഇവരുടെ ഒരു ഡ്രമാറ്റിക് വേർഷൻ എവിടെ നിൽക്കുന്നു, അവരുടെ ഒരു ഇത്, ആ ഒരു കോൺട്രഡിക്ഷൻ. എന്റെ അടുത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞ് ഫോൺ കിട്ടും, ഞാൻ ഇറങ്ങുന്നവരെ ഒരു ഡിസ്കഷനും ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ബിൻസി വിഷമം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ബിൻസി ഒരു രീതിയിലും ഒരു നെഗറ്റീവ് വന്നിട്ടില്ല, ബിൻസി നല്ല രീതിയിൽ തന്നെ ബിൻസി നിന്നത് എന്നൊക്കെ പറഞ്ഞു വന്നു. ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സാധനമൊക്കെ ഈ ഷാനവാസ് ഒക്കെ പറഞ്ഞതിന് വലിയ കുത്തിപ്പൊക്കിയോടെ. അപ്പോഴും കൊടുക്കും ദൈവമേ, ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം അവിടെ ഉള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പം നമ്മളിപ്പോ ഷാനവാസിക്കായിട്ട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ നെവിനായിട്ട് വഴക്കുണ്ടാക്കി, അപ്പൊ തന്നെ പോയി കൂടും, അത്രേ ഉള്ളൂ. അവിടുത്തെ വഴക്കൊക്കെ അങ്ങനെയുള്ളൂ. അപ്പൊ ആ സമയത്ത് പോലും എല്ലാരെയും ഹഗ് ചെയ്തിട്ട്, അക്ബറിക്കാരെ ഹഗ് ചെയ്തിട്ട് പാട്ടിയാ മിസ് ചെയ്യുവേ എന്ന് പറഞ്ഞ വയറിട്ട് ഇങ്ങനെ തട്ടിയിട്ടാ പോരുന്നത്. അതുപോലെ ഞാൻ ആരും വന്നിട്ട് എടി നിന്റെ ഗുഡ് മോർണിംഗ്, എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഗുഡ് മോർണിംഗ് കേൾക്കാൻ നല്ല രസമാണ്, അപ്പൊ ഗുഡ് മോർണിംഗ് മിസ് ചെയ്യും. അപ്പൊ അവനൊരു ഗുഡ് മോർണിംഗും പറഞ്ഞിട്ടാ വന്നേ. നെവിനെ അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചിട്ടാ വരുന്നത്. ലാസ്റ്റ് ഇറങ്ങിയപ്പോ നെവിൻ പറഞ്ഞു, ബിൻസി ഞാനാ നിന്നെ എവിക്റ്റ് ചെയ്തത്, എന്നോടൊന്നും തോന്നരുത് അങ്ങനെ പറഞ്ഞ് അവനെ ഞാൻ എന്നാ ചെയ്ത, എന്നിട്ട് പോലും ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാ ഇറങ്ങി പോരുന്നത്. നമ്മൾ ആ ഒരു വൈബിലേ എടുത്തിട്ടുള്ളൂ. ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു ബിൻസി നെഗറ്റീവ് ഒക്കെ അവിടെ ഇവിടെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 2-3 കമന്റ്സ് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ അതിന്റെ അടിയിൽ മറ്റുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്, ആദ്യം നിങ്ങൾ പോയി 24 hours ലൈവ് കാണും, ഞങ്ങൾ അതൊക്കെ കണ്ട ആൾക്കാരാണ്, അതിനകത്തൊന്നും മോശം പറയാനില്ല. അപ്പൊ ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ വീഡിയോ കണ്ടു. അപ്പൊ അതിനകത്തൊക്കെ പുള്ളി ഭയങ്കര പൊളിയായിട്ടാ പറയുന്നത്, ഞാൻ അവിടെ നിന്നാളാ, എനിക്കറിയാം ബിഗ് ബോസ് എന്താണെന്നുള്ളത്. അപ്പൊ അവിടെ എല്ലാവരുടെ കമ്പനിയാണ് ബിൻസിയുടെ, അതിനകത്ത് ഞാൻ ഫുൾ കണ്ട ആളാ, അപ്പൊ എനിക്ക് അതിനകത്ത് ഒന്നും നെഗറ്റീവ് പറയാനില്ല. അങ്ങനെ പറഞ്ഞ് കുറെ പേര് പറയുന്ന കാണുമ്പോ ഒരു സമാധാനം, ബാക്കിയുള്ളവർ പറയട്ടെ ഇങ്ങനെ ചിരിച്ചു വിടുക അത്രേ ഉള്ളൂ. പക്ഷെ ബിൻസിക്ക് അത് ചിരിച്ചിങ്ങനെ വിടുന്നുണ്ട്. പക്ഷെ എങ്ങനെ ബിൻസിയുടെ ഫാമിലി, ബിൻസിയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അവർ ഈ പറയുന്ന ട്രോളും ഈ ഒരു സംഭവത്തെയും അവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്? എന്റെ ഫാമിലി ഭയങ്കര പൊളിയാ, അവർക്ക് എന്നെ നല്ലപോലെ അറിയാം. ഇപ്പൊ എനിക്ക് ബിഗ് ബോസിൽ പോയിട്ട് എന്റെ അടുത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, ആരെ അടിച്ചിട്ടും ഇടിച്ചിട്ടും വരരുത്, ഔട്ടായി പോകുന്നല്ലോ. അതെ, പറഞ്ഞിട്ട് ആരെ കയ്യാങ്കളിക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞു. നമ്മള് ചില സമയത്ത് നമ്മള് തമാശക്കാണെങ്കിൽ പോലും അനിയത്തിക്കായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഒരു ഇടി കൊടുക്കാൻ തോന്നും. സംടൈംസ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അടിക്കാറുണ്ട്. അപ്പൊ ആർക്കിട്ടൊക്കെയാണ് ഇത് അടി കൊടുത്തിരിക്കുന്നത്? എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് അടി കൊടുത്തിരിക്കുന്നത്? അനിയത്തിയായിട്ട് വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കാണ്ട് ഇങ്ങനെ കൈയൊക്കെ ചെറുതായിട്ട് പോകില്ല, അത് അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ്. വീട്ടുകാർക്ക് അറിയാം ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് കമ്പനി ആകും, ക്ലോസ് ആകും എന്നറിയാം. അപ്പൊ അങ്ങനെ പോലും തമാശക്ക് ഇവർക്ക് പറയാലോ ബിൻസി എന്നെ അടിച്ചെന്ന്. അപ്പൊ ആ രീതിയിലൊന്നും ചെയ്യരുതെന്നല്ലാണ്ട്. അപ്പൊ എന്റെ ഏഷ്യാനെറ്റിൽ അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ബിൻസി ചെയ്യരുതെന്ന് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, കൈ പൊക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതല്ലാണ്ട് വീട്ടുകാർ ഇപ്പം പ്രേമിക്കണോ, അവിടെ പോയി പ്രേമിച്ചു. അപ്പൊ അവർക്കറിയാം ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഒരാൾക്ക് ഇഷ്ടം തോന്നിയാ ഞാൻ എങ്ങനെ ഒളിച്ചും പാത്തും നിന്ന് അങ്ങനൊന്നും പറയത്തില്ല. എല്ലാരും വിളിച്ചു നിർത്തി എല്ലാ ക്യാമറയും കാണുന്ന രീതിയിലേ പറയത്തുള്ളൂ, ബിഗ് ബോസ് എനിക്ക് ഇയാളെ ഇഷ്ടമാന്നുള്ള കാര്യം. അപ്പൊ അത്രയും എനിക്ക് ഫ്രീഡം തന്നിരിക്കുന്ന വീട്ടുകാരാണ്. അവരിതൊക്കെ കേട്ടപ്പോ പറയുന്നവര് പറയട്ടെ, നമുക്കറിയാലോ. അതുപോലെ എന്റെ റേഡിയോയിലെ ഫ്രണ്ട്സ് എടുത്തു പറയണം, ഞാൻ നേരെ ചെല്ലുന്ന അങ്ങോട്ടാ, വീട്ടിൽ നിന്ന് നേരെ അപ്പനെ അമ്മേനെ അനിയത്തിനെ കണ്ടിട്ട് റേഡിയോയിൽ ചെല്ലുമ്പോ അവര് ബിൻസി ഞങ്ങൾക്ക് ചിരിയാ വന്ന ഇത് കണ്ടപ്പോ അവരും ഈ സെയിം റിയാക്ഷൻ തന്നെ ആയിരുന്നു. കാരണം അവർക്കറിയാലോ, അവരൊക്കെ ആ ജോലിയുടെ ഇടയ്ക്ക് പോലും ലൈവ് ഓരോരുത്തർ ഇരുന്ന് കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പൊ അവർക്കറിയാം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ല എന്താ സംഭവിച്ചത് അറിയാം. പിന്നെ എന്നെ ഇതിനു മുൻപ് ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴാണെങ്കിലും സ്കൂളിൽ പഠിച്ചപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിൽ കൂടിയും ഞാൻ കുറേ ആളുകളായിട്ട് കൂടുമെങ്കിലും ക്ലോസ് ആയിട്ട് എനിക്ക് മിക്കവാറും ഫ്രണ്ട്സ് ഉള്ളത് ബോയ്സ് തന്നെ ആയിരിക്കും. അപ്പൊ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാരും അതായത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ജയിക്കാൻ വേണ്ടിയിട്ട് എത്രയാണെങ്കിലും എത്ര ഇമോഷണലി ആണെങ്കിലും എത്ര എക്സ്ട്രീം ലെവലിലേക്കും ആൾക്കാരെ ഡൗൺ ആക്കുക എന്നുള്ളതാണ്. എങ്ങനെയും നിന്നെ തളർത്തി ഞാൻ ജയിക്കാൻ നോക്കുക. അതിനു വേണ്ടിയിട്ട് നിനക്ക് എഗെയിൻസ്റ്റ് എത്ര നെഗറ്റീവ് പറയോ ട്രോള് പറയോ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഇതിലേക്കാണ് എന്നുള്ളത് ഇപ്പൊ ബിൻസിയുടെ കൂടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? കാരണം ഒരു വാസ്തവമില്ലാത്ത കാര്യത്തിനെ വളച്ചൊടിച്ച കഥയുമായിട്ട് ഷാനവാസ് മുമ്പിലേക്ക് വരികയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് കണ്ടന്റ് ഒക്കെ ഇറ്റ്സ് എ ഗെയിം. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്, എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഉണ്ട്, നോട്ട് ഓൺലി ഷാനവാസിനല്ല, ഈവൻ യു ഹാഡ് ആ ഒരു ഫ്രീഡം ആരെ വേണേലും. പക്ഷേ ഇങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എത്ര എക്സ്ട്രീം ലെവലിലുള്ള നമുക്കിത് തന്നാൽ പോലും നമ്മുടെ ഫാമിലി, വീട്ടിലിരിക്കുന്ന ഫാമിലിനെയും കൂടെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയണത്, ഡു യു തിങ്ക് അതൊരു ഫെയർ ഗെയിം ആണെന്ന്? എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടല്ലോ. മൈൻഡ് ഗെയിം ആയത് കാരണം അവരെന്താണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഞാൻ കളിക്കില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസ് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരത്തില്ലായിരുന്നെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആദ്യം ഞാനും ഷാനവാസും സംസാരിക്കുന്ന ആ ഒരു ഫൈറ്റിൽ തന്നെ വീട്ടിലെല്ലാവരും ചർച്ച ചെയ്തു, ബിൻസി ഭയങ്കര ബോൾഡാണ്, അവളെ സൂക്ഷിക്കണം എന്നുള്ളൊരു സാധനം. ഞാനുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ പറയത്തില്ലായിരിക്കും. മേ ബി ശരത്തേട്ടനെ തളർത്താം. ഇവർ തമ്മിൽ ഓൾറെഡി അതിനകത്ത് ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയതാവട്ടെ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അനുവും അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞത്, അനുവും ശരത്തും തമ്മിൽ വഴക്കാണ്, അവര് മിണ്ടാറില്ല. അപ്പൊ ആദ്യം ഇവര് ഭയങ്കര കൂട്ടായിരുന്നു വന്ന സമയത്ത്, പിന്നാണ് ഉടക്കുന്നത്. ഇപ്പൊ അവര് കൂടി ഓക്കെ ആയി വന്നിട്ടുണ്ട്. അവരുടെ ഗെയിം അങ്ങനെ ആവാം, അതെന്തെങ്കിലും ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോരുത്തർ ഓരോ രീതിയിലാണ് അവിടെ കളിക്കുന്നത്. നമ്മളെ ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി കൂടെ തളർത്തി ഓൾറെഡി എല്ലാരും അവിടെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോയി ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് നമ്മൾ ടാസ്ക് പണിപ്പുര എല്ലാരും പോവാത്ത കാരണം ഫുഡില്ല. ആവശ്യത്തിന് നമുക്ക് ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇത്തിരി ചോറാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, ബാക്കി നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെള്ളമാക്കി കഞ്ഞിയാക്കിയാണ് കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ആകുമ്പോൾ ആൾക്കാർ ഒരു വഴിയാവും എന്നറിയാം. ഷാനവാസിന്റെ ബ്രെയിൻ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ പുള്ളി ആ രീതിയിൽ കളിക്കുന്നതാണ്. ആണല്ലേ? പക്ഷെ ഷാനവാസ് ചെന്നപ്പോ തന്നെ ആദ്യമേ ജിസേലിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ജിസേലിന്റെ ഡ്രസ്സിംഗ് രീതി. ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പ്രേക്ഷകർ കാണും, മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയാണ് ആ ഒരു സാധനം പുള്ളി പറഞ്ഞത് ഭയങ്കര സീരിയസ് ആയിട്ട്. മലയാളി പ്രേക്ഷകർ കണ്ട എങ്ങനെ എടുക്കും വസ്ത്രധാരണം? അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്താ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സാധനം വന്നിട്ടാണ് പുള്ളിയെ എല്ലാവരും ഒന്ന് നോമിനേറ്റ് ചെയ്തത്. ഷാനവാസിക്ക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിനെന്താണ് പ്രേക്ഷകർക്ക് എന്താ കുഴപ്പം, പ്രേക്ഷകർ എന്ത് പറയാനാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുള്ളി ട്രാക്ക് മാറ്റി. അതെ, അപ്പൊ നിങ്ങൾ അവിടെ ഇൻ ഹൗസിൽ ആ സമയത്ത് ഉണ്ടല്ലോ, അപ്പൊ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ കാര്യം? അപ്പൊ എന്തായിരുന്നു ഷാനവാസിന്റെ ഒരു എക്സ്പ്ലനേഷൻ? ഇതിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. മറ്റുള്ളവർ പോയി എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പുള്ളിയെടുത്ത്. പുള്ളിയുടെ അതാണല്ലോ ഗെയിം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്ന് പറയുന്ന ആയിരിക്കില്ല നാളെ ഇവര് മാറ്റി പറയുന്നത്. അത് പുള്ളിയുടെ ഗെയിമാണ്. എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വരുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിയിലാണ് നമ്മൾ വിട്ടത്. അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏകദേശം ഏറെക്കുറെ. നമ്മളപ്പോ ഇതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഭയങ്കര ഇതായിട്ട് ചീത്ത വിളിച്ചാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ശരിക്കും ആ ഒരു ഫൈറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ അവിടെ ആ ഒരു എനിമിറ്റി ക്രിയേറ്റഡ് ആവുന്നുണ്ടോ അവിടെ? അതോ പിന്നെ അതൊക്കെ കല്ലി വെല്ലി വിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയായിട്ട് നിൽക്കാണോ? മെജോറിറ്റി ആൾക്കാരും അത് വിട്ട് കൂളായിട്ട് നിൽക്കുന്നു. കാരണം അടുത്ത വഴക്കിന് പോകണമല്ലോ. അത് കാരണം ഒരു സാധനം പൊക്കിക്കൊണ്ട് വന്നു, അതിനെ ഇതാക്കി അത് കിട്ടു, അടുത്ത ടോപ്പിക്കിലേക്ക് പോയി, നേരെ അടുത്ത ആളും വെക്കിട്ട് കയറാൻ പോവാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നെവിനോട് അന്ന് ഭയങ്കരമായിട്ട് റേസായി. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞ് അത് അന്ന് തന്നെ അവൻ കരഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോയി മിണ്ടി. ഷാനവാസിക്ക് ഇക്ക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മളത് സംസാരിച്ച് തീർത്തില്ലേ, അങ്ങനെ വിടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ അനുവിന്റെ അടുത്തൊക്കെ ഞാൻ ചെന്ന് അനു പോയി മിണ്ട്, വിഷമിക്കണം. അപ്പൊ എനിക്ക് വിഷമമായി എന്ന് പറഞ്ഞ് എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല, ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഒരു 90% ആൾക്കാരും പോയി കൂട്ടുകൂടി എല്ലാരും കൂടി ഒരു, കാരണം ഞങ്ങൾക്ക് വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. നമ്മൾ ഒരാളത് പിണങ്ങി എന്ന് പറഞ്ഞ് മിണ്ടാണ്ട്, ഇവിടെ ആണെങ്കിൽ മിണ്ടാണ്ടിരിക്കാം, അവിടെ നമുക്ക് പറ്റില്ല. നമ്മൾ എല്ലാരും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. പിന്നെ ടാസ്ക് വരുമ്പോ എല്ലാരും ഗ്രൂപ്പ് ആക്കും, അപ്പൊ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ അക്ബറും ഷാനവാസും ഒക്കെ കൂടെ വഴക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് ഒരാളെ അകത്ത് കയറ്റാൻ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അക്ബർ നേരെ ഷാനവാസിനെ വിളിച്ചു.
അതാണ് ആ രീതിയിലാണ് ഗെയിം പോകുന്നത്. പിണങ്ങിയൊന്നും അങ്ങനെ ഇരിക്കാറില്ല. ഓക്കെ. പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഭയങ്കര ഒരു മെന്റൽ സ്റ്റേറ്റ് ഒരു അപാരം തന്നെയാണ് എന്തായാലും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്താണേലും ശരത്ത് പോയിട്ട് ഷാനവാസിന്റെ അടുത്ത് പിന്നെയും നമുക്ക് വഴക്കിടണ്ട ഈ പറഞ്ഞ പോലെ ശരത്തിന്റെ ക്വാളിറ്റി എഗൈൻ ആൻഡ് എഗൈൻ ഇറ്റ്സ് എവിഡന്റ് ആയിരുന്നു. ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് വന്ന് രാത്രിക്കോ 12:30 എന്തോ പോയിട്ട് ബാക്കിൽ പോയിട്ട് നമുക്ക് വിട്ടുകള് വഴക്ക് വേണ്ട എന്നുള്ള രീതിയിൽ കോംപ്രമൈസിൽ പോയി. പക്ഷെ അതിനും നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് എന്തോ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് ശരത്ത് കാല് പിടിക്കാൻ. പക്ഷെ അങ്ങനല്ല. എത്രത്തോളം ഔട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ലൈവ് ഒക്കെ കണ്ടോ എനിക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളി എല്ലാവരുടെ അങ്ങനെ പോയി മിണ്ടും. ആദില, നൂറ, അന്ന് ഞങ്ങൾ രാത്രി എല്ലാരും സരികച്ചിച്ചൊക്കെ വിളിക്കുന്നുണ്ട്, വാടാ വാ നമുക്ക് ഫുഡ് കഴിക്കാം. എന്നിട്ട് പോലും അവരോട് സംസാരിച്ചിരുന്ന് വഴക്ക് അവിടെ തീർത്തിട്ടാണ് പുള്ളി കഴിക്കാൻ പോലും വന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതെ. ശരിക്കും ബിൻസിക്ക് തോന്നുന്നുണ്ടോ ബിൻസിയുടേത് ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു? കാരണം ബിൻസി തന്നെ വിചാരിച്ചിട്ടേ ഇല്ല എന്ന് ബിൻസി പറയുന്നുണ്ട്. ഒരു തരത്തിൽ പോലും ബിൻസിക്ക് തോന്നിയിട്ടില്ല അല്ലെ? ബിൻസി തന്നെ മനസ്സിൽ വേറെ പലരുടെ ആയിരുന്നു. എത്ര നോക്കിയാലും ഞാൻ പുറത്താവും എന്നുള്ള ഒരു തോന്നൽ ബിൻസിക്ക് വന്നിട്ടേ ഇല്ലാത്ത ഒരു സമയത്ത് പെട്ടെന്ന് അവിടെ ലാലേട്ടൻ അനൗൺസ് ചെയ്യാണ് RJ ബിൻസി എവിക്ഷന്റെ ലിസ്റ്റിലേക്ക്. അപ്പം എന്ത് ഞാൻ ചെയ്തിട്ടാ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോണത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തേ, അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സാധനം വരും. പിന്നെ ഞാൻ അവിടെ നിന്നത് ഏത് രീതിയിലുള്ളതാണ്, എന്താണ് എന്റെ മനസ്സിലുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ചെന്ന ഉടനെ തന്നെ ഫൈറ്റ് ചെയ്ത് ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു, ഞങ്ങൾക്കറിയാവുന്ന ബിൻസി ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കി. ഞാൻ ആ ഒരു സ്ട്രാറ്റജി അല്ല മനസ്സിൽ പ്ലാൻ ചെയ്തത്. ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളും ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്, അതല്ലാണ്ട് മറിച്ച് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പ്രതികരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം കുറച്ച് ഒച്ച ഉണ്ടാക്കി പ്രതികരിക്കാം, ബാക്കിയുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. 2 ദിവസം ആൾക്കാർ ഒബ്സർവ് ചെയ്തു. 3-ന്റെ അന്ന് ഞാൻ കളി തുടങ്ങി. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു വിളി വരുന്നത്. ഒട്ടും പ്രതീക്ഷയില്ല, വിഷമമായി എനിക്ക്. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു, കംപ്ലീറ്റ് ആയിട്ടും പ്രേക്ഷകരുടെ വോട്ടാണ്, വോട്ടിന്റെ ബേസിസിലാണ് ഒരാള് പുറത്താവുന്നത്. അപ്പം എനിക്ക് വോട്ട് കുറഞ്ഞു പോയി. എനിക്കറിയത്തില്ല പ്രേക്ഷകരെ നിങ്ങൾ എന്താ വോട്ട് ചെയ്യാൻ. കുറേ പേര് പക്ഷെ വോട്ട് ചെയ്തവരുണ്ട്, സപ്പോർട്ട് ചെയ്തവരുണ്ട്. അത് ഇവിടെ വന്നപ്പം എൻ്റെ അടുത്ത് ഒരുപാട് കോൾസ് വന്നു, കരഞ്ഞുകൊണ്ടൊക്കെ വിളിച്ചവരുണ്ട്. ബിൻസി ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. എന്നെ ഫോൺ വിളിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ആവുമെന്ന്. അപ്പൊ എനിക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനും വിചാരിച്ചില്ല. സാധാരണ ഇതിലേക്ക് പോകുമ്പോൾ എല്ലാവരും തന്നെ ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എല്ലാം ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു PR ഏജൻസിനെ ഏൽപ്പിക്കാറുണ്ട്. ബിൻസിയും അങ്ങനെ ഏൽപ്പിച്ചിട്ട് തന്നെയാണോ പോയത്? അങ്ങനെ ഏൽപ്പിച്ചിരുന്ന ഞാനിവിടെ ഇരിക്കുവായിരുന്നു, ഞാൻ അവിടെ ഇരിക്കത്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് ചേരുന്നത്? കാരണം ഇങ്ങനത്തെ ഒരു ഗെയിമിൽ പോകുമ്പോൾ നമുക്കൊരു ബാക്കിൽ നിങ്ങൾക്ക് കാരണം പുറത്ത് എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നിങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്തിട്ട് എല്ലാവരും പോവാറുണ്ട്. അപ്പൊ ബിൻസി എന്തുകൊണ്ട് ഈ ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാതെ പോയത്? ലാലേട്ടൻ പറയുന്നില്ല, വിശ്വാസം അതല്ലേ. ഞാൻ ഓഡിയൻസിനെ വിശ്വസിച്ചു. കാരണം ഞാൻ ഇപ്പോഴും ആ വിശ്വാസം പോയിട്ടില്ല. എനിക്കറിയാം എന്തായാലും ബിഗ് ബോസിൽ സെലിബ്രിറ്റി ലെവലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും വരുന്നത്. ഞാൻ ഒരുപക്ഷെ കോട്ടയം, ആലപ്പുഴ ഏരിയയിലുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരാളായിരിക്കും. അപ്പം ഞാൻ എന്തായാലും പോപ്പുലർ അല്ലാത്ത ഒരാൾ, അവിടെ ഉള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരാളായിരിക്കും. അപ്പം എനിക്ക് വോട്ട് കുറവായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. കാരണം ആളുകൾ എന്നെ അറിഞ്ഞ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി വരണമല്ലോ. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞു ബിൻസി PR കൊടുക്കാൻ. ഒന്നാമത്തെ കാര്യം എൻ്റെ അടുത്ത് പൈസ ഇല്ല, രണ്ടാമത്തെ കാര്യം അതൊരു അൺഫെയർ ആയിട്ട് തോന്നി. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അവർക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ കുറച്ച് പൈസ ഉള്ളവർക്ക് ജയിക്കാം അല്ലെ ബാക്കിയുള്ളവർ നിൽക്കാം, അങ്ങനത്തെ ഒരു സാധനത്തോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം സത്യം എന്താണോ അല്ലെങ്കിൽ എന്താണോ കാണുന്നവർക്ക് തോന്നുന്നത് ആ രീതി തന്നെ പോട്ടെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. അല്ലെങ്കിൽ വെറുതെ എന്തിനാ. ഞാൻ അവിടെ പോയി നിന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. കാരണം കുറേ പേര് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്യൂർലി വോട്ടിന്റെ ബേസിസിലാണ് ഞാൻ എവിക്റ്റായി വന്നതെന്ന് അറിഞ്ഞപ്പോൾ വിഷമായി. എനിക്ക് തോന്നുന്നു കുറച്ച് ഏരിയയിലേക്ക് കൂടെ ഞാൻ എത്താനുണ്ടായിരുന്നു. കേരളത്തിന്റെ പാതി ജില്ല വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അന്നേരമാണ് ആ ഒരു മൊമെന്റിൽ നമുക്ക് സങ്കടം തോന്നുമ്പം ചെയ്യാമായിരുന്നു, കുറച്ചും കൂടി ഒരു പബ്ലിക് സപ്പോർട്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ. കാരണം ഈ നിന്ന 2 ആഴ്ചയും ബിൻസി ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം അത് ലാലേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും തിരിച്ചൊരു ദിവസം കൂടെ എങ്കിലും പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ അത് എത്ര എൻജോയ് ചെയ്തേനെന്നുള്ളത്. അന്നേരമെങ്കിലും ആ ഒരു ചെയ്യാമായിരുന്നു എന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് വേണ്ട. PR ഒന്നും ചെയ്തിട്ടുള്ള സാധനം ഒന്നും വേണ്ട. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ട് പോയതാ. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ്, സാധനങ്ങള്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആയി. അപ്പം വേണമെങ്കിൽ എനിക്ക് എന്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒരു വലിയ എമൗണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കാമായിരുന്നു, കഷ്ടപ്പെടണം അതിന് പുറകെ. പക്ഷെ എനിക്കിത് വേണ്ടായിരുന്നു. ഞാൻ ഉള്ളതുപോലെ മതി, ജെനുവിനായിട്ട് തന്നെ നിന്നിട്ടുള്ളത് മതി എന്നുള്ളതായിരുന്നു. അതെ, എന്റെ അമ്മയൊക്കെ എപ്പോഴും പറയണം, നമ്മൾ എത്രത്തോളം സത്യമായിട്ട് നിൽക്കുന്നു അത്രത്തോളം എല്ലാം നമ്മൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരും എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് എന്തോ നല്ലതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്ന ഒരു സാധാരണ വീട്ടിൽ എന്നെ മഴവിൽ മനോരമ എന്നൊരു പ്ലാറ്റ്ഫോമിലെ റിയാലിറ്റി ഷോയിലൂടെയാണ് ആളുകൾ അറിയുന്നത്. അന്ന് ഇവർ അറിയുമ്പോൾ ഞാനൊരു ഓട്ടോക്കാരന്റെ മകളാണ്. ഇപ്പോഴും ഓട്ടോക്കാരന്റെ മകൾ തന്നെയാണ്, പക്ഷെ എന്റെ വീട്ടുപേര് വാഴക്കൂട്ടത്തിൽ എന്നാണ്. അപ്പൊ വാഴയെന്നാണ് അന്ന് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കി, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ നിന്ന് കുറച്ചു പേരൊക്കെ അറിഞ്ഞ് റേഡിയോയിൽ പോയി. എന്നിട്ടാണ് പിന്നെയും ഈ എനിക്ക് ചാനലിൽ ജോലി കിട്ടി തുടങ്ങിയപ്പോൾ ആൾക്കാരെന്നെ അറിഞ്ഞ് വന്ന് അപ്പൊ കിട്ടിയൊരു സ്വീകാര്യതയൊക്കെ ഉണ്ടല്ലോ, അതിന് ഞാൻ എന്നും പ്രേക്ഷകരോട് നന്ദിയുള്ള ഒരാൾ തന്നെയാണ്. അതുപോലെ ബിഗ് ബോസിൽ പോകുമ്പോഴും എന്നെ അറിഞ്ഞ് ഞാൻ അവിടെ ഒരു ശതമാനം പോലും ഞാൻ ഫേക്ക് ആയിട്ട് നിന്നിട്ടില്ല. കുറച്ചുകൂടെ എന്റെ പവർ എനർജി ഒക്കെ എനിക്ക് കുറച്ചുകൂടെ കൊടുക്കായിരുന്നു. പക്ഷെ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് വെച്ചത്. അതല്ലാണ്ട് ഞാനായിട്ട് അവിടെ നിന്നത്. അപ്പൊ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാകും, അവർ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പക്ഷെ ബിൻസി ഇത്രയും ജെനുവിനായിട്ട് തന്നെ അവിടെ നിന്നു കളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ചെന്ന് ലാൻഡ് ചെയ്യുന്ന മൊമെന്റ് മുതൽ തന്നെ നിങ്ങൾ റെഡി സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റ് മുതലേ നിങ്ങൾ ഫുൾ ലോണിൽ കളിക്കണമായിരുന്നു. അല്ലാതെ ചില ആൾക്കാർ ഇപ്പോൾ ബിൻസി ചെയ്ത പോലെ ചെന്നു ഒന്ന് സെറ്റിലായി ഒരു ടൈം എടുത്തിട്ട് പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയത്. പക്ഷെ അത് റിയലൈസ് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ഓൾ ഹാപ്പൻഡ് അല്ലേ. പക്ഷെ ഇനിയാണെങ്കിലും ഇത്രയും ജെനുവിനായിട്ട് നിന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്ന 2 ആഴ്ചയും വളരെ ജെനുവിനായിട്ട് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്തുകൊണ്ട് പോയി. നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ബിൻസിയുടെ വലിയൊരു ക്വാളിറ്റിയാണ് സംസാരിക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിരിക്കുന്നത്. അത് അവിടെയും ഭയങ്കരമായിട്ടും എവിഡന്റ് ആയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ബിൻസി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യൂ. ചിലപ്പോ എന്നല്ല, ഐ ഫീൽ ഒരു മെജോറിറ്റി ഇത് തന്നെ കാണുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രിയിൽ ബിൻസിക്ക് വീണ്ടും വാങ്ങിയ ഡ്രസ്സുകളോ സാധനങ്ങളോ ഒന്നും വേസ്റ്റ് ആയി പോവാതെ വീണ്ടും ആ ഒരു ഹൗസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് അതെന്തായാലും ഉണ്ടാവട്ടെ. അത് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. പെട്ടി തുറന്നിട്ടില്ല സത്യം, അത് അവിടുന്ന് കൊണ്ടുവന്ന പോലെ തന്നെ വെച്ചിരിക്കുകയാണ്. എപ്പോ വിളി വരുന്നോ അപ്പൊ അതെടുത്ത് അങ്ങ് ഓടാനായിട്ട്. അപ്പൊ ആ വൈൽഡ് കാർഡ് എൻട്രി ശരിക്കും വളരെ പ്രഷ്യസ് ആണ് ഇപ്പൊ ബിൻസിയെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്നും എന്റെ സ്വപ്നമായിരുന്നു. എപ്പൊ ഇനി ബിഗ് ബോസ് വിളിച്ചാലും ഞാൻ പോയിരിക്കും. അത് ഒരു ദിവസം ഞാൻ പോയിരിക്കും. കാരണം ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം, നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വേറൊരു ലോകമാണ് അവിടെ. എനിക്ക് ഭയങ്കര സ്വർഗ്ഗമായിരുന്നു അവിടെ. ശരിക്കും നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ആ വീട് വേറൊരു വൈബാ, വേറൊരു രസം അവിടെ ചെന്ന് നിൽക്കാൻ.